ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഈ ആത്മീയ തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനം നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു. ദൈവ സാന്നിധ്യമില്ലാത്ത അനുഗ്രഹങ്ങളേക്കാൾ ദൈവ സാന്നിധ്യം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന ആ വലിയ സത്യം. ഈ ധ്യാനം നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കട്ടെ. സ്നേഹപിതാവായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പുതിയ ദിനത്തിനും അങ്ങയുടെ അളവറ്റ സ്നേഹത്തിനും ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളേക്കാൾ അങ്ങയുടെ സാന്നിധ്യത്തെ അന്വേഷിക്കുന്ന ഒരു മനസ്സ് തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പാപങ്ങളെ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ മനസ്സാന്തരത്തോടെ അങ്ങയിലേക്ക് മടങ്ങി വരുവാൻ ഒരു കൃപ അവിടുന്ന് നൽകണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാ ധ്യാനം പുറപ്പാട് പുസ്തകം 33 അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗമാണ്. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചതെന്നാൽ, നീയും മിസ്രയീം ദേശത്തു നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്ത്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കു തന്നെ പോകുവീൻ. ഞാൻ ഒരു ദൂതനെ നിനക്ക് മുൻപായി അയക്കും. കനാന്യൻ, അമോര്യൻ, ഹിത്യൻ, പെരീസ്യൻ, ഹിവ്യൻ, യബൂസ്യൻ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല. നീ ദുശാഠ്യമുള്ള ജനമാകുന്നു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. ആരും തൻ്റെ ആഭരണം ധരിച്ചതുമില്ല. നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഒരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്തു ചെയ്യണമെന്ന് അറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. അങ്ങനെ ഹോരേബ് പർവ്വതത്തിങ്കൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല. ആമേൻ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സ്വർണ്ണക്കാളക്കുട്ടിയുടെ പാപത്തിനു ശേഷം ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ തിരുവചന വായനാ ധ്യാന ഭാഗം. ദൈവം അവരോട് വാഗ്ദത്ത ദേശം നൽകുമെന്ന് പറയുന്നു. എന്നാൽ ഒരു മുന്നറിയിപ്പും കൂടി ഇവിടെ നൽകുന്നുണ്ട്. ഞാൻ നിങ്ങളോടൊപ്പം പോകുകയില്ല. ഇത് കേട്ടപ്പോൾ ജനങ്ങൾ വലിയ ദുഃഖത്തിലായി. എന്തുകൊണ്ട്? കാരണം അവർ തിരിച്ചറിഞ്ഞു, ദൈവ സാന്നിധ്യമില്ലാത്ത കനാൻ ദേശത്തിന് യഥാർത്ഥ വിലയില്ല എന്നത്. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ നാം ദൈവത്തെക്കാൾ അവിടുത്തെ അനുഗ്രഹങ്ങളെയാണ് അന്വേഷിക്കുന്നത്. നല്ല ജോലി, നല്ല ആരോഗ്യം, നല്ല സമ്പത്ത്, വലിയ ജീവിത വിജയം, ഇവയെല്ലാം നല്ലതാണെങ്കിലും ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ ഇവയ്ക്ക് ശാശ്വതമായ സമാധാനം നൽകുവാനാകില്ല. ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ദാനത്തെ മാത്രമല്ല, ആ ദൈവിക ദാനം നൽകുന്ന ആ ദാതാവിനെയും നാം സ്നേഹിക്കണം. ഇസ്രായേൽ ജനം അവരുടെ ആഭരണങ്ങൾ അഴിച്ചുവെച്ച് അനുദപിച്ചു. യഥാർത്ഥ മനസാന്തരം വെറും വാക്കുകളിൽ അല്ല, ജീവിതത്തിലെ മാറ്റങ്ങളിലാണ്. ഇന്ന് നമുക്കും സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, ഞാൻ ദൈവത്തെയാണോ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ മാത്രമാണോ?
എൻ്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തെ അകറ്റുന്ന എന്തെങ്കിലുമുണ്ടോ? യഥാർത്ഥ മനസ്സാന്തരത്തോടെ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ തയ്യാറാണോ? പ്രിയരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ദൈവ സാന്നിധ്യമാണ്. അതുണ്ടെങ്കിൽ മരുഭൂമിയും അനുഗ്രഹമായി മാറും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, ഇന്നത്തെ തിരുവചനത്തിന് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങയിൽ നിന്ന് അകറ്റുന്ന എല്ലാ പാപങ്ങളെയും ഉപേക്ഷിക്കുവാൻ അവിടുന്ന് ശക്തി നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിലും ഞങ്ങളുടെ സഭയിലും സമൂഹത്തിലും അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ. രോഗികൾക്ക് സൗഖ്യവും നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശയും ദുഃഖിതർക്ക് ആശ്വാസവും നൽകണമേ. ഈ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും തമ്പുരാനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ അവിടുന്ന് നടത്തണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കട്ടെ. സമാധാനവും സന്തോഷവും പ്രത്യാശയും കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ.